ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനിരിക്കെ പല അഭ്യൂഹങ്ങളും പുറത്തുവരുന്നുണ്ട്. ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ എന്നത് സംബന്ധിച്ച് പാർട്ടികൾ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. കോട്ടയത്ത് LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ കൊല്ലത്ത് UDF-ന് വേണ്ടി RSPയുടെ NK പ്രേമചന്ദ്രനും സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ സ്ഥാനാർത്ഥികളെ അറിയാൻ കഴിയില്ലെങ്കിലും പ്രചരിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കണ്ണൂരിൽ CPM-നായി ജില്ലാ സെക്രട്ടറി MV ജയരാജനും കൊല്ലത്ത് ഇടതുമുന്നണിക്കായി നടൻ മുകേഷും രംഗത്തിറങ്ങും. നിലവിൽ കൊല്ലം MLA കൂടിയായ മുകേഷ് ആദ്യമായാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാനൊരുങ്ങുന്നത്. എന്നാൽ ജയരാജനും മുകേഷും CPM-ന്റെ മോശം സ്ഥാനാർത്ഥികളായേക്കുമെന്നാണ് വിലയിരുത്തൽ. കണ്ണൂരിൽ സിറ്റിംഗ് MP-യായ K സുധാകരൻ മത്സരിക്കുമോ എന്ന കാര്യം ഉറപ്പായിട്ടില്ല. ലോക്സഭയിലേക്ക് മത്സരത്തിനില്ലെന്നാണ് K സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ കണ്ണൂർ സീറ്റിനായി മുസ്ലിം ലീഗ് രംഗത്തെത്തിയതോടെ വീണ്ടും മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ലീഗിനെ ഒഴിവാക്കാനായാണ് ഇങ്ങനെ പറയുന്നതെങ്കിലും സുധാകരൻ മത്സരിച്ചാൽ എതിരാളികൾക്ക് ഈ മണ്ഡലത്തിൽ ജയം അത്ര എളുപ്പമാകില്ല. 2019-ലെ രാഹുൽ ഗാന്ധി തരംഗവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും സുധാകരന് വമ്പൻ ഭൂരിപക്ഷത്തോടെയുള്ള ജയം സമ്മാനിച്ചു. CPM-ന്റെ ശ്രീമതി ടീച്ചർക്കെതിരെ 94,000-ലധികം വോട്ടുകൾക്കാണ് സുധാകരൻ ജയം ഉറപ്പിച്ചത്. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ പേരെടുക്കാൻ സാധിച്ചില്ലെങ്കിലും സുധാകരനെ ഒരിക്കൽ കൂടി ഇവിടെ ജയിക്കുക പ്രയാസമുള്ള കാര്യമല്ല. MV ജയരാജനും സുധാകരനും നേർക്കുനേർ വരികയാണെങ്കിൽ സുധാകരന്റെ ജയം ഉറപ്പാണെന്നാണ് പൊതുവിലയിരുത്തൽ. സുധാകരന്റെ മേന്മ കൊണ്ടല്ല, മറിച്ച് കണ്ണൂർ പോലെ നിഷ്പക്ഷ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീത സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. CPM-ലെ കർക്കശക്കാരനായ നേതാവ് എന്ന വികാരമാണ് MV ജയരാജന് പൊതുവെയുള്ളത്. CPM-നെ സംബന്ധിച്ച് ജയരാജൻ മികവുറ്റ സംഘാടകനാണ്. എന്നാൽ ജനങ്ങൾക്കിടയിൽ P ജയരാജനോളം പോകുന്ന ജനപിന്തുണ MV ജയരാജന് കിട്ടാൻ സാധ്യത കുറവുമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പേര് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാന ഘട്ടത്തിലാണ് MV ജയരാജനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനമുണ്ടായത്. ഇത്തവണ കണ്ണൂരിൽ കടുത്ത പോരാട്ടമായിരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷ വോട്ടുകൾ നിർണായകമാകും. എല്ലാ വിഭാഗത്തിന്റെയും വോട്ടുകൾ നേടാനാകുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമേ കണ്ണൂരിൽ ജയം സാധ്യമാകൂ. യുവാക്കളുടെയും സ്ത്രീ പുരുഷന്മാരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം വോട്ട് നേടാൻ കഴിവുള്ള സ്ഥാനാർത്ഥിയാണോ MV ജയരാജൻ എന്ന ആശങ്ക ഇടതുമുന്നണി പ്രവർത്തകർക്കുണ്ട്. എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ നേടാൻ CPM-ന് സാധിച്ചില്ലെങ്കിൽ തുടർച്ചയായി 2ാം തവണയും കണ്ണൂർ പാർട്ടിക്ക് കൈവിടേണ്ടി വരും. കൊല്ലം സീറ്റിലും ഒരു പരീക്ഷണ സ്ഥാനാർത്ഥിയുമായി CPM-ന് കാര്യമായൊന്നും ചെയ്യാനാകില്ല. പ്രേമചന്ദ്രനെ പോലെ ലോക്സഭയിൽ പരിചയസമ്പന്നനായ ജനപിന്തുണയുള്ള ഒരു നേതാവിനെതിരെ മുകേഷിനെ പരീക്ഷിച്ചാൽ തോൽവി കനത്തതാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷത്തിനടുത്തുള്ള ഭൂരിപക്ഷത്തോടെയായിരുന്നു പ്രേമചന്ദ്രന്റെ വിജയമെന്നോർക്കണം. മുകേഷ് തുടർച്ചയായി 2 തവണ കൊല്ലത്ത് നിന്നും നിയമസഭയിൽ എത്തിയെന്നത് ശരി തന്നെ. ഇടതുപക്ഷ ആഭിമുഖ്യവും നടനെന്ന വാക്ചാതുര്യവും കൈമുതലായുള്ള മുകേഷ് 2016-ൽ 17,000 വോട്ടുകളിലധികം നേടി ജയിച്ചപ്പോൾ 2021-ൽ കഷ്ടിച്ച് 2,000-ഓളം വോട്ടുകൾക്ക് രക്ഷപ്പെടുകയായിരുന്നു. CPM കോട്ടയായ കൊല്ലത്താണ് മുകേഷ് പരാജയത്തിന് സമാനമായ ജയം നേടിയത്. കൊല്ലത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ജയിക്കുമ്പോഴും ലോക്സഭയിൽ പ്രേമചന്ദ്രന് അനുകൂലമായി ജനവിധി ഉണ്ടാകുന്നത് വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കരുത്തുറ്റ ഒരു സംസ്ഥാന നേതാവിനെ നിർത്തി മണ്ഡലത്തിലെ ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരാനാണ് CPM ശ്രമിക്കേണ്ടതെന്നാണ് പാർട്ടി അണികൾ ചൂണ്ടിക്കാട്ടുന്നത്. 2014-ൽ MA ബേബിയെയും 2019-ൽ KN ബാലഗോപാലിനെയും തോൽപ്പിച്ച പ്രേമചന്ദ്രനെ സംബന്ധിച്ച് മുകേഷ് ഒരു എതിരാളിയെ അല്ല. ഏവർക്കും എളുപ്പം പ്രവചിക്കാവുന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഏത് എതിരാളിയായാലും നിലവിലെ സാഹചര്യത്തിൽ കൊല്ലത്ത് പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ലെന്ന് സുവ്യക്തമാണ്.